കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു നടത്തിയ തുറന്നുപറച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. രേണു സുധിക്കെതിരെ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ വലിയ വിവാദത്തിനും വഴിവച്ചിട്ടുമുണ്ട്. നിരവധി പേരാണ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്തുന്നതും. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കുമെന്നും പക്ഷേ അവൻ അത് തുറന്നു പറയാൻ പാടില്ലായിരുന്നു എന്നും പറയുകയാണ് സുധിയുടെ സുഹൃത്ത് താജ് പത്തനംതിട്ട. രണ്ട് കസേരകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമാണ് ഇതെന്നും താജ് പറയുന്നുണ്ട്. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കള്ളമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കും. പക്ഷേ അവനത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ദിവസമെങ്കിലും തൻ്റെ അമ്മയായി ജീവിച്ച സ്ത്രീയാണ്. കിച്ചു പറഞ്ഞത് അല്പം കടന്ന കൈയായിപ്പോയി. കാരണം കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. കിച്ചുവിന് രേണുവിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് കസേരകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമായിരുന്നു അത്. പക്ഷേ അത് കൈവിട്ടുപോയി. ആ വീഡിയോ ഇനി ഡിലീറ്റ് ചെയ്താലും ആയിരക്കണക്കിന് പേരിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത് ആഘോഷിക്കുകയാണ്. രേഷ്മ ബി തങ്കച്ചൻ കരയുന്ന വീഡിയോയും വരുന്നു. പിന്നെ സന്തോഷിക്കുന്ന വീഡിയോവും വരുന്നു. ഫിറോസ് പ്രതികരിക്കുന്നു. ഇതൊക്കെ ആൾക്കാർ ആഘോഷിക്കുകയാണ്. ഇനി നാളെ രേഷ്മ പി തങ്കച്ചൻ കിച്ചുവിനെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അടുത്ത വീഡിയോയുമായി അവൻ വീണ്ടും വരും. കിച്ചുവിന് എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല എന്നത് രേണുവിനോട് തന്നെ ചോദിക്കണം. ഒരു പക്ഷേ രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കൊണ്ടാവാം കിച്ചു രംഗത്തു വന്നതും. അല്ലെങ്കിൽ കിച്ചു എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് നൽകാതെ ഇരുന്നപ്പോഴുള്ള ദേഷ്യമായിരിക്കാം അത്. എന്തെങ്കിലും ഒരു ദേഷ്യമില്ലാതെ ഒരാളും ഒന്നും പറയില്ല. ഇണങ്ങിയവൻ പിണങ്ങിയാലും പിണങ്ങിയവൻ ഇണങ്ങിയാലും സൂക്ഷിക്കണം. അത് ആരാണെങ്കിലും എന്നും താജ് പറയുന്നു. കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. സ്നേഹം കിട്ടാതെ വളർന്നൊരു കുട്ടിയാണ്. അവന്റെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ ഉണ്ടാകാം. അവൻ അത് പറയുന്നുമുണ്ടല്ലോ. പക്ഷേ അവൻ പറയാത്ത പല കാര്യങ്ങളും രേഷ്മ പി തങ്കച്ചനും വീട്ടുകാരും പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. കിച്ചുവിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും പറയില്ല. അവരിനി എനിക്കെതിരെ തിരിഞ്ഞാലും ഞാൻ പ്രതികരിക്കും. പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനിരിക്കുന്നതല്ലേ ഉള്ളൂ. തുടങ്ങിയതല്ലേ ഉള്ളൂ. തീ ആളിക്കത്തിയതേ ഉള്ളൂ. ഇനി കത്തി കത്തി മുകളിലോട്ട് പോകും എന്നും താജ് കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താജിന്റെ പ്രതികരണം.